ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ രാവിലത്തെ ഒരു റുട്ടീനൊക്കെ ആകെ അങ്ങോട്ട് മാറിയേക്കാം കേട്ടോ. അപ്പം നിങ്ങളെൻ്റെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവരാഴ്ച ഇന്നെ അറിയാമല്ലോ. ഞാൻ 7 മണിക്കൊക്കെ എണീറ്റ് 5 മണിക്കാട്ടുമ്പോൾ ഒക്കെ സെറ്റാക്കണ ആളാണ്. ഇപ്പം നോക്കി 8:30 8:45 ആവാണ്ട് ബെഡ് വന്ന് എണിക്കില്ല. ഇങ്ങനെ കെടുക്കൂട്ടെ. 8:15 ആകുമ്പോൾ ഉണരും. പക്ഷെ 8:45 ആവാണ്ട് അങ്ങോട്ട് കാലങ്ങോട്ട് മേലൊന്നും ഇങ്ങോട്ട് പൊന്തില്ല. ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ കെടുക്കുക. ഈ തണുപ്പ് കാലം തുടങ്ങിയ ശേഷം ഇങ്ങനെയാണ്. പിന്നെ റുട്ടീനൊക്കെ ആകെ ചേഞ്ച് ആയേക്കാണ്. തണവ് അങ്ങോട്ട് അനുവദിക്കണില്ല. രാവിലെ തണുത്തിട്ട് എണിക്കാൻ പറ്റില്ല. ബെഡുമെന്ന് കാലൊക്കെ കോഴി തേച്ചിട്ടേ ആകെ മറിക്കുന്നിട്ട് എണീറ്റാലും കുറച്ചു നേരം ഇവിടെ കിടന്നിട്ട് മുഖം കഴുകണ ആലോചിക്കുമ്പോൾ അതിനെങ്കാട്ടി തണുത്ത വെള്ളത്തിൽ കഴുകണ്ടേ. കുറച്ച് നേരം അവിടെ തട്ടിമുട്ടി കിടന്ന് മെല്ലെ പോയിട്ട് കുറച്ച് ചൂടുള്ള തണുവെള്ളം അങ്ങനെ മിക്സ് ആക്കിയിട്ട് കഴുകും. പിന്നെ രാവിലെ നിങ്ങൾ കണ്ട ഞാൻ രാവിലെ എണിച്ച് വന്ന് എങ്ങനത്തെ അവസ്ഥ ഉണ്ടാവാറ്. ഇപ്പം കണ്ടില്ലേ, ആകെ ഒക്കെ ക്ലീൻ ആയിട്ടില്ല. അതെന്താ സംഭവം? നിങ്ങൾ ഇന്നലത്തെ രാത്രിക്കത്തെ കുറച്ച് ക്ലിപ്പിങ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് പോയി കണ്ടിട്ട് വായോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ അതാ രാത്രി ഞാൻ ദോശമാവുണ്ട്. അപ്പോൾ ഇഷ്ടമുണ്ടാക്കാൻ വിചാരിച്ചിട്ട് അതിനെ അരിഞ്ഞുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇഷ്ടമുണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം. ഇന്നിപ്പോൾ ദോശയൊക്കെ എടുക്കുകയും ചെയ്യുക. ഒന്നെങ്കിൽ നാളെ രാവിലെ തന്നെ എടുക്കില്ല, നാളെ രാത്രി വേണമെങ്കിൽ ബൂരിക്ക് എടുക്കുക, ഇല്ലെങ്കിൽ നാളെ രാത്രി മറ്റന്നാൾ വേണമെങ്കിൽ ബൂരിക്ക് എടുക്കുക. ഞാൻ ഒരു കറി ഉണ്ടാക്കുമ്പോൾ അത് 2 കാര്യത്തേക്ക് എടുക്കാൻ വേണ്ടി യൂസ്ഫുള്ളാണ് രീതിയിൽ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അടുപ്പിച്ചെടുക്കില്ല. കാരണം ഇന്നെടുത്താൽ നാളെ രാവിലെ തന്നെ എടുക്കില്ല. അപ്പോൾ നമുക്കൊരു മടുപ്പാവില്ല 2 കറി അടുപ്പിച്ച് കഴിക്കുമ്പോൾ. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് ഫ്രിഡ്ജിൽ ചൂടാറിട്ട് ഫ്രിഡ്ജിലൊക്കെ ഏറ്റി വെച്ചിട്ട് രാത്രി എടുക്കുക, പിറ്റേ ദിവസം രാവിലെ എടുക്കുക, അങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. ഇഷ്ടം ഉണ്ടാക്കുന്നത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കര എളുപ്പമാണ് ഇഷ്ടം ഉണ്ടാക്കാം. അപ്പോൾ ദോശയ്ക്ക് ഷാമിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം ചമ്മന്തി ഉണ്ടാവും. ചില സമയത്ത് ഞാൻ ചിക്കൻ പൊരിക്കും. ദോശയ്ക്ക് ചിക്കൻ പൊരിച്ച് ഭയങ്കര ഇഷ്ടമായിട്ട് ഉമ്മ പഠിപ്പിച്ചൊരു ശീലമാണ്. അപ്പോൾ അങ്ങനെ ആയിട്ട് ഉണ്ടാക്കും. ഇത് വേഗം ഞങ്ങൾ ഇപ്പോൾ തൊട്ടിട്ട് രാത്രി എന്തെങ്കിലുമൊക്കെ പടം വെക്കും, കുറച്ച് നേരം കാണാൻ വേണ്ടി വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ ഇഷ്ടം വെച്ചെങ്കിൽ വേഗം ഉണ്ടാക്കി കഴിയുമല്ലോ. ഉരുളങ്ങേങ്ങ ആദ്യം വേവിച്ചേക്കും, പിന്നെ ഉണ്ടാക്കൽ മാത്രം വേഗം ചടപടയെന്ന് കഴിയും. അപ്പം അതിൻ്റെ ഇടതാ ഞങ്ങൾ പടം കണ്ടുപിടിക്കുക. മിക്ക ഷാമിയൊക്കെ ത്രില്ലർ മൂവീസ് ഇഷ്ടം, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവീസ്. ഇക്കും അങ്ങനത്തെ പടങ്ങളൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇക്ക് ഇപ്പോൾ കൂടുതൽ കാണാൻ ഇഷ്ടം ഈ ഫീൽ ഗുഡ് മൂവീസാണ്. ഞാൻ പറയും അത് വെക്കാന്നൊക്കെ പറയും. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് നാട്ടിൽ നിന്ന് കൊടുത്ത ബീഫിൻ്റെ കുറച്ച് ബാക്കി ഞാൻ മുരിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുണ്ടായിരുന്നു ബാക്കി. അപ്പോൾ ഈ ദോശയ്ക്ക് ഈ ചിക്കൻ പൊരിച്ചത്, ബീഫ് പൊരിച്ചത്, അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ പഠിപ്പിച്ച ശീലമാണ് എൻ്റെ ഉപ്പാനൊക്കെ. നമ്മൾ ദോശയ്ക്ക് നോൺ വെജ് ഉമ്മയുടെ ഒരു പീസ് ഓഫ് ആക്കും കിട്ടിയിരിക്കണം കേട്ടോ. ഷാമയൊക്കെ പറയുന്നത് എനിക്ക് ദോശയ്ക്ക് ചിക്കനും ഇതൊന്നും ഇല്ലാണ്ട് ഇറങ്ങൂലേ എന്നൊക്കെ ചോദിക്കും. നല്ല ടേസ്റ്റാണ്, നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അങ്ങനെ ദോശയൊക്കെ സെറ്റായി. ഇഷ്ടം ഇന്ന് പിന്നെ ചമ്മന്തി ഉണ്ടാക്കിയില്ല, ബീഫുള്ളതുകൊണ്ട്. പിന്നെ ഇപ്പം ഞാൻ എൻ്റെ റുട്ടീനൊക്കെ മാറി പറഞ്ഞില്ലേ. രാത്രി തന്നെ ഞാൻ പിറ്റേ ദിവസത്തേക്ക് ഉച്ചക്കൊക്കെ ഉണ്ടാക്കാനുള്ളതിൻ്റെ ചിക്കനൊക്കെ അരിഞ്ഞേക്കും. മറ്റേത് രാവിലെ എണീച്ച് ഞാൻ വെള്ളത്തിലിട്ടിട്ടൊക്കെ അരിയിച്ചു. പക്ഷെ ഇപ്പോൾ രാവിലെ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ 8:45 ആവേണ്ട ബെഡ് വന്ന് എണിക്കില്ല. അപ്പോൾ പിന്നെ 8:45 എണിച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കൽ തന്നെ 1 ടാസ്ക് ആവും. അപ്പം ഞാൻ രാത്രി തന്നെ ചിക്കനൊക്കെ അരിഞ്ഞ് ചിലപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കും, ചിലപ്പോൾ ഞാൻ അരിഞ്ഞിട്ട് കഴുകി ബോക്സിലാക്കി വെക്കും. അങ്ങനെ ചെയ്യാറിട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ എളുപ്പമാണല്ലോ. നമുക്ക് രാവിലെ ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ പിന്നെ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വേഗം ചെയ്താൽ മതിയല്ലോ. പകുതി ആശ്വാസമായില്ല. ഇവിടെ ചിക്കൻ്റെ തൊലി കളയ എപ്പോഴും അറിയില്ല കേട്ടോ. ഷാമയൊക്കെ തൊലി കളഞ്ഞുതരാം. പിന്നെ പീസൊക്കെ ഞാൻ ഒരുവിധമൊക്കെ ഇപ്പോൾ പഠിച്ചു. പക്ഷെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് കട്ട് ചെയ്യണ പീസിൻ്റെ അത്രയ്ക്ക് വരില്ല കേട്ടോ. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മളെ ഇഷ്ടത്തിന് ഓരോന്ന് കട്ട് ചെയ്യുമ്പോൾ ചില പീസുകൾ ഇക്കൊരു ഇഷ്ടമുള്ള പീസിൻ്റെ ഒരു കാലിൻ്റെ മറ്റേ വിങ്സിൻ്റെ ലോലിപോപ്പ് പീസ് പോകത്തില്ലേ, ഞാൻ ഷാമക്കട് പറയുന്നത് അതിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടണില്ലല്ലോ എന്ന്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടണില്ലോ, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ തോന്നിയ പോലെ കട്ട് ചെയ്യില്ല. ഇപ്പം അത് വേണ്ട. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ചേഞ്ച് ഇപ്പോൾ വന്നേക്കുന്നത്. ഇപ്പോൾ ഈ തണുകാലത്ത് ഞാൻ രാവിലെ നേരത്തെ എണീക്കുന്നതുകൊണ്ട് ഏറ്റവും വലിയ ചേഞ്ച് വന്നേക്കുന്നത് എന്താ വിചാരിച്ചാൽ, രാത്രി തന്നെ എല്ലാ ഐബൂൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഒതുക്കി വെച്ച് രാത്രി തന്നെ അടിച്ചോരി തുടക്കും. അപ്പോൾ കാരണം മറ്റേത് രാവിലെ ഞാൻ രാത്രി ഒന്നും ചെയ്യില്ല, വേഗം പോയി ഇത് കിടന്നിട്ട് രാവിലെ എനിക്ക് വന്നിട്ടില്ല ചെയ്യാറ്. ഇപ്പം അത് മാറി. ഇപ്പോൾ രാത്രി തന്നെ ഒക്കെ ചെയ്തേക്കും. രാവിലെ നേരം വൈകി എണിക്കണോണ്ട് അതും കൂടി ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. രാത്രി ഒക്കെ ചെയ്ത് സെറ്റാക്കിക്കും. ഇതാണ് ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട പോലെ ഒക്കെ ക്ലീനായി കണ്ടില്ല, അതാണ് അവസ്ഥ. രാത്രി ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് രാവിലെ എണിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണികൾ ചെയ്യാം. രാവിലെയൊക്കെ അറിയാം ഞാൻ എന്തായാലും നേരം വൈകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തലേദിവസം ഇതാക്കുക. ഈ തണവ് കാലം വന്നപ്പോൾ ഒരു മാറ്റം വന്നതേ. ഈ തണവ് കാലം മാറി എങ്ങനെയാവുമെന്ന് അറിയില്ല. പക്ഷേ ഇത് നല്ല സുഖം കിട്ടും. രാവിലെ കുറേ നേരം ഉറങ്ങാൻ പറ്റും. മറ്റേ ഞാൻ 7 മണിയാകുമ്പോഴത്തേനും എണീറ്റ് എനിക്ക് ഉറക്കം അങ്ങോട്ട് കറക്റ്റ് സെറ്റായിരുന്നില്ല. ഇതിപ്പോൾ അതാ വീണ്ടും രാവിലത്തെ വിശേഷങ്ങളായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാവിലെ എണീറ്റ് ഈ
ജനലിപ്പോൾ തുറക്കാറുണ്ട്. എനിക്ക് വല്ലാണ്ട് തുറക്കാൻ അറിയില്ല കേട്ടോ. എന്നാലും ഞാൻ തുറക്കുക. കുറച്ച് നേരം നമുക്കിനി പുറത്ത് നോക്കിയിരിക്കാൻ ഭയങ്കര സുഖമാണ്. നമ്മൾ ഈ ചുമൻ്റെ ഉള്ളിൽ നമുക്ക് നാട്ടിലത്തെ പോലെ ഒന്നും കാണില്ലല്ലോ. ഞാൻ കുറച്ച് നേരം അവിടെ നോക്കിയിരിക്കും. പിന്നെ ഇപ്പോൾ രാവിലെ എണിച്ചപ്പിന്നെ പുതിയൊരു ശീലം വരുത്തിയെന്ന് വെച്ചാൽ നല്ല ഇളം ചൂടുവെള്ളം കുടിക്കും. കാരണം ഭയങ്കര ആശ്വാസം, നമ്മളെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാനും അതുപോലെ തന്നെ രാവിലത്തെ ആ ഒരു തണവായിട്ട് നമ്മൾ സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് പോയിട്ട് കിടക്കുക കരികരിപ്പുണ്ടാവും. അപ്പോൾ രാവിലെ തന്നെ നല്ല ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മൈൻഡും നമ്മുടെ ബോഡിക്കും ഒക്കെ നല്ല റിഫ്രഷിങ് ഫീലാട്ടോ. അപ്പം ഇന്ന് രാവിലേക്ക് ചപ്പാത്തി ആയിട്ട് ഉണ്ടാക്കണേ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടെങ്കിൽ മനസ്സിലാവും, ചപ്പാത്തി അത്ര സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതില്ല. ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു ഓടായിട്ടായിരുന്നു. ഇപ്പം ഞാൻ വേറൊരു മെത്തേഡിൽ കൂടെ പഠിച്ചിട്ട് ഇപ്പോൾ 2 വട്ടം ഉണ്ടാക്കിയപ്പോഴും വലിയ കുഴപ്പമില്ലാണ്ട് സോഫ്റ്റായി കിട്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ രാവിലെ ഞാൻ അല്ലെങ്കിൽ കടിയും കറിയും കൂടി രാവിലെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ നടക്കണില്ല. അപ്പം ഞാനിപ്പം കടി മാത്രം ഉണ്ടാക്കുള്ളൂ. കറി തലേസ് രാവിലെ ഉണ്ടാക്കി വെച്ചതേറ്റം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ദിവസത്തിൽ ഞാൻ പറഞ്ഞ പോലെ അടുപ്പിച്ചെടുക്കാണ്ട് കറി എടുത്തതുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ കയറ്റിച്ചിട്ട് ഇന്ന് എടുക്കാണ്ട് നാളെ എടുക്കും. അങ്ങനത്തെ രീതിയിലൊക്കെ എടുക്കുക. അങ്ങനെ എടുക്കും. അപ്പോൾ മിഞ്ഞാന്ന് ഉണ്ടാക്കി വെച്ച ചിക്കൻ കറിയുടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത് എടുക്കാൻ വിചാരിച്ച്. അപ്പോൾ കണ്ട അപ്പോൾ ഏകദേശം പഴുത്താനും സെറ്റായിട്ടില്ല. ഇപ്പോൾ റൗണ്ടായിട്ട് വരുന്ന കണ്ടില്ലേ. ഇപ്പോൾ ഏകദേശം പഴുത്താനും പഠിച്ച് ഇപ്പോൾ പ്രസ്സിലൊന്നും ആക്കില്ല. ഞാൻ തന്നെ ഇതുകൊണ്ട് പഴുത്തുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഓരോന്ന് ചെയ്ത് നമുക്ക് ശീലവും. ഞാനിങ്ങനെ പഴുത്തി ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ സെറ്റാകാൻ വേണ്ടിയിരുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ പഴുത്തി ഞാൻ എന്നെ സെറ്റാക്കിയല്ലോ. ഇപ്പോൾ കണ്ട റൗണ്ടൊക്കെ ആയി വന്ന ഏകദേശം നോക്കൂ കണ്ട 3 ചപ്പാത്തി നല്ല റൗണ്ടിൽ സെറ്റായി വന്നിട്ടില്ല. അങ്ങനെയൊക്കെ പഠിച്ച് ഞാൻ. ഒരു വായ ഇറക്കി വരണ ഒരു വായ അയ്യോ നല്ല കുട്ടിയാ. ഒരു വായ തിന്നണം പൊന്നാ. ഞാൻ ഇറക്കി എടുത്ത് പോണേ കുട്ടൂസനായിട്ട്. ഒരു വായ അങ്ങനെ ഷാമയൊക്കെ വന്ന് ഞങ്ങളെ ഭക്ഷണം കഴിപ്പും ഐബുവിന് ഭക്ഷണം കൊടുക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവൻ ഷാമയൊക്കെ ആയിട്ട് കളിക്കട്ടാം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ചിക്കൻ മുറിച്ച് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തെങ്കിലും ചിക്കൻ്റെ ഐറ്റംസ് ആവുമെന്ന് ഉച്ചയ്ക്ക്. അപ്പോൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. ആഴ്ചയിൽ ഒരിക്കലും ഒന്നെങ്കിൽ ഒരു ബിരിയാണി ഉണ്ടാവും അല്ലെങ്കിൽ നെയ്ച്ചോറുണ്ടാവും. അത് നമുക്ക് ഫറലാണ്. ഫറലാന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ചിക്കൻ്റെ നെയ്ച്ചോറോ ബിരിയാണി എന്തിനേലും ഒന്നെങ്കിൽ ചിക്കൻ ബിരിയാണി ഒരു മീൻ ബിരിയാണിയോ അല്ലെങ്കിൽ നെയ്ച്ചോറ് ചിക്കൻ റോസ്റ്റ് ചിക്കൻ കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത് ഞാൻ ഇപ്പോൾ ചിക്കൻ ബിരിയാണി വെക്കാനുള്ള പ്ലാനിലാട്ടോ. അതിൻ്റെ ഉള്ളിയേരിയയിലും പണ്ടൊക്കെ ഞാൻ രാവിലെ തന്നെ ഉച്ചക്കുള്ളതൊക്കെ ആക്കിയിരുന്നില്ല. ഇപ്പോഴത്തെ ഇതിൽ ഐബുവിന് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും ഐബു എണിക്കും. പിന്നെ നമുക്ക് ഐബുവിന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഐബുവിന് സെറ്റാക്കിയിട്ടാണ് ഇപ്പോൾ ഉച്ചക്കത്തെ കാര്യങ്ങൾ നോക്കുള്ളൂ. രാവിലെ തന്നെ ഉച്ചക്കത്തെ സെറ്റാക്കേണ്ട പരിപാടിയൊക്കെ നിന്നു. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെയാണ്. അതാണ് ഞാൻ രാത്രി ചിക്കനൊക്കെ അരിഞ്ഞേക്കുന്നത് വെട്ടിയേക്കുന്നത് അങ്ങനത്തെ പരിപാടികളൊക്കെ. മീനൊക്കെ ഉണ്ടെങ്കിലും രാത്രിയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ ഇപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കാര്യം. അപ്പം അങ്ങനെ ഇപ്പോൾ ഞാൻ അല്ലെങ്കിലൊക്കെ ഞാൻ എങ്ങനെ ചെയ്യാറെന്നറിയോ, നെയ്ച്ചോറ് വെച്ചിട്ടാണ് മസാല ഉണ്ടാക്കുക. ഇപ്പോൾ നേരമില്ലാത്തതുകൊണ്ട് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ബേർഡനായി തോന്നാറുണ്ട്. ഇങ്ങനെ സെറ്റാവാത്ത പോലെ തോന്നുമോ, അതിൽ ഉപ്പ് കൂടും ഒരുമിച്ച് തന്നെ രണ്ടടുപ്പും വെച്ചൊക്കെ തീരെ ഇഷ്ടമല്ല. പക്ഷെ ഇപ്പം അത് അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. നമുക്ക് ഒരു 1-2 മണിയാകുമ്പോൾ കഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പോൾ പിന്നെ ഞാൻ ഈ സൈഡിൽ ബിരിയാണിക്കുള്ളതാക്കൽ ഈ സൈഡിൽ മസാല ഇളക്കലും അങ്ങനെ ഒരുമിച്ച് രണ്ടും കൂടി കോപ്പപ്പ് ഇത് ചെയ്യട്ടെ. ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് മാനേജ് ചെയ്യുന്നുള്ളൂ 2 അടുപ്പത്തൊക്കെ വെച്ചിട്ട്. പക്ഷെ എന്നാലും നമുക്ക് രാവിലെ കുറച്ച് നല്ല പോലെ
ഉറങ്ങിയിട്ടാണല്ലോ നമ്മൾ എണീക്കുന്നത്. നമ്മളെ ബോഡിക്ക് കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ട് എണീക്കുന്നത്. കാരണം രാത്രിയൊക്കെ ഐബൂസ് ഇങ്ങനെ എണീക്കണോണ്ട് കണ്ടിന്യൂസ് ഉറക്കം കിട്ടാറില്ലല്ലോ. അപ്പോൾ നമ്മൾ രാവിലെ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീക്കണം പറയുമ്പോൾ നമുക്ക് ഉറക്കത്തിന് ആ ഒരു 7 മണിയും വേണ്ടി ചാടി എണീക്കുക ചെയ്യുക. ഇപ്പം നമ്മൾ 8:15 ആകുമ്പോൾ നമ്മളായിട്ട് ഉറക്കം ഒരു തെളിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് എണീക്കണത്. അപ്പോൾ പിന്നെ മൈൻഡിനും ബോഡിക്കൊക്കെ ഭയങ്കര റിലാക്സ്, രാവിലെ തന്നെ ഒരു ഉന്മേഷം തോന്നും. മറ്റേ ഒരു ഡിഫറെൻറ്റ് ഇത് തന്നെ കുറച്ചുകൂടി നല്ലത്. പക്ഷെ നമ്മൾ ഇതുപോലെ ചാടിപ്പടിഞ്ഞ് കുക്ക് ചെയ്യണം എന്നുള്ളത്, അതായത് രാവിലത്തെ ഉച്ചക്കത്തൊക്കെ ആക്കി വെച്ച് ഞാൻ കുറച്ച് നേരമൊക്കെ TV കണ്ടിരിക്കാറുണ്ടല്ലോ. അതൊന്നും അങ്ങനെ TV കണ്ടിരിക്കാനോ റിലാക്സ് ചെയ്തിരിക്കാനോ ടൈമൊന്നും കിട്ടില്ല. അപ്പോൾ ഐബൂസ് ഞാനിങ്ങനെ ദമ്മിടാനാവുന്ന സമയത്ത് ഇങ്ങനെ പാല് വേണ്ടി കരയേണ്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കരഞ്ഞോട്ടെ. കാരണം ഇപ്പോൾ പാൽ കൊടുക്കാൻ പോയാൽ എൻ്റെ ദമ്മിടൽ അവിടെ നീള് പോകും. കാരണം ഷാമിയൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ചെയ്ത് ആരെങ്കിലുമൊക്കെ വിളിക്കും. പിന്നെ അരുണേട്ട് വേണ്ടി ഷാമിയക്കയുടെ ഫ്രണ്ട്. അപ്പോൾ പിന്നെ മൂപ്പയാൾ വരുമ്പോൾ നമ്മൾ ലേറ്റ് ആക്കാൻ പാടില്ലല്ലോ, വേഗം ഫുഡ് കൊടുക്കണമല്ലോ, ഇല്ലെങ്കിൽ പിന്നെ മോശമല്ലേ. അപ്പോൾ ഞാൻ ദമ്മിട്ട് വെച്ച് കഴിഞ്ഞ് പിന്നെ പാൽ കൊടുക്കാൻ പോകാമല്ലോ. അപ്പോൾ ആശാൻ ഉറക്കം വന്നിരുന്നിട്ട് പാവം, അതാണ് പാല് പറഞ്ഞിരുന്നത്. ഇതിനിടെ കരഞ്ഞേട്ടും വരികയിലും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നെ അവനെ ഉറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് പുച്ചേരിയാണ് നേരാട്ടാ. ഞാനും ഐബും അവനെ എണിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും പോപ്കോണൊക്കെ അവനക്കുള്ള ഭക്ഷണം കൊടുത്തതിന് ശേഷം ഞാൻ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കിയിട്ട് തിന്നുകൊണ്ടിരിക്കുക. ഫ്രഞ്ച് ഫ്രൈസും പോപ്കോണൊക്കെ കൂടിയിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത്രക്കുള്ളൂ ഇന്നത്തെ. പിന്നെ രാത്രിക്കത്തെ വിശേഷമൊന്നും കാണിക്കണമെന്നില്ല. ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിച്ച് കുറച്ച് നേരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രോ ഡാഡി കണ്ടിരിക്കുന്നത്. നല്ല തമാശ പടല്ലേ. കുറച്ച് നേരം ഇങ്ങനെ കണ്ടിരുന്നിട്ട് പിന്നെ അങ്ങനെ ഞാൻ പോയി കുളിക്കണം. കുളിച്ചിട്ടില്ല ഇന്ന്. ബിരിയാണി ഉണ്ടാക്കി കുറേ നേരം വൈകി, പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ടില്ല. ഇനി പോയി ഐബുവിനെ ഷാമിയൊക്കെ ആക്കിയിട്ട് വേണം പോയി കുളിക്കാം. അപ്പോൾ അത്രക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ചേട്ടാ ബൈ. അപ്പോൾ നിങ്ങൾ ആരും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ. ലൈക്ക് ചെയ്യാൻ എല്ലാവരും മറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കല്ലേ, ഒന്നിങ്ങനെ ആ തമ്പൊന്നും ഇങ്ങനെ പ്രസ് ചെയ്താൽ മതിയില്ല. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ചേട്ടാ ബൈ.